കേരളത്തിലെ ജനപ്രിയ സിനിമാ നായകനായ, അത്ര പ്രീതിയില്ല പോട്ടെ സാർ, ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കൊണ്ട് നമ്മുടെ കന്യമറിയാമിന് ഒരു വലിയ ലോട്ടറി അടിച്ചു. ഈ 2000-ൽ പരം വർഷം കൊണ്ട് ആ വിശുദ്ധ മാതാവിന് പ്രാപിക്കാൻ കഴിയാത്ത ഒരു വലിയ ധനലാഭം ഈ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളായ നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ച് വിരിഞ്ഞ് അഭിമാനം കൊണ്ട് നമ്മുടെ ആത്മാക്കൾ പുളകമണിയേണ്ടതാണ്. പക്ഷെ അങ്ങനെ ആരും അണിഞ്ഞു കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ട എന്ന് ഇത് ചെയ്ത് കഴിഞ്ഞേ തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ഒരു സിനിമാ നടൻ്റെ മകൾ വിവാഹം കഴിച്ചാൽ സിനിമയുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന പാവം കന്യമറിയാമിന് ഈ വലിയ ഒരു നേട്ടം ഉണ്ടായത് എന്നതിനെപ്പറ്റി നാം അല്പം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരാണ് ക്രിസ്ത്യാനികളെന്ന് ആളുകൾ പറയും. അതുകൊണ്ടാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സ്ഥിതി ചെയ്യുന്ന, പിന്നെ വെളിയിലാണെങ്കിൽ പോയി, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇങ്ങനെ ഇരിക്കുന്ന മാതാവിൻ്റെ തലയിൽ ഒരു സ്വർണം പൂശിയ കിരീടം വച്ചു. 5 എന്താണ് പറയുന്നത്, സോവറിൻ സ്വർണം പൂശിയ ഒരു കിരീടം വെച്ചു. പക്ഷെ എന്തുകൊണ്ടോ കിരീടം വെച്ചപ്പോൾ ആ കിരീടം തരികിടത്തിത്തേ എന്ന് പറഞ്ഞ് വീണ് നിലത്ത് വീണു. അതിനെപ്പറ്റി പലവിധമായ നിരൂപണങ്ങളും വിശ്ലേഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഈ കിരീടം വഹിച്ചുകൊണ്ട് നടന്നുള്ള ഒരു പരിശീലനം പാവം കന്യമറിയാൻ ഇല്ലാതിരുന്നത് കൊണ്ട് 2000 വർഷം പരിചയമില്ലാത്തൊരു കാര്യം പെട്ടെന്ന് തലേ വന്ന് വീഴുമ്പോൾ തലയ്ക്ക് വേണ്ട അതിലപ്പുറം ഒരു ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് പോലെ അടിച്ച് തല വെട്ടിയതാണെന്നും അങ്ങനെ ഇത് തെറിച്ചു പോയതാണെന്നും ഒരു സംസാരമുണ്ട്. മറ്റൊരു അഭിപ്രായം, ഈ കിരീടം നിർമ്മിച്ച കൊല്ലൻ അവൻ വളരെയധികം മാന്ത്രിക ശക്തിയുള്ള ഒരു അത്ഭുത കലാകാരനാണെന്നും അദ്ദേഹം വളരെ ഭയഭക്തിയോടുകൂടെ ഈ കിരീടം മെടഞ്ഞപ്പോൾ അതിൽ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ മാന്ത്രിക ശക്തി ആവഹിച്ചു പോകാൻ ഇടയായിപ്പോയി. അങ്ങനെ വന്നപ്പോൾ കന്യമറിയാമിൻ്റെ തലച്ചോറിൻ്റെ വൈബ്രേഷനും ഈ കിരീടമുണ്ടാക്കിയ കൊല്ലൻ്റെ വൈബ്രേഷനും തമ്മിൽ ഈ പോസിറ്റീവ് പോൾ റിപ്പൽ ചെയ്യും, അങ്ങനെ ഇത് തെറിച്ചു പോയതാണ് എന്നും ഒരു ഭാഷ്യമുണ്ട്. മൂന്നാമത് അത് ദോഷകൃക്കളായ ബന്ധക്കോസ്തരാണ് ഇത് കൂടുതലും പറയുന്നത്. അവർ പറയുന്നത് ജാതികളുടെ കുന്ത്രാണ്ടം വിശുദ്ധ കന്യമറിയാമിൻ്റെ തലയിൽ വെച്ചത് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നന്നേ കോപിച്ചു. അതുകൊണ്ട് അരൂപിയായ പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയായ ഇടം കൈ കൊണ്ട് ഒരു ചെറിയ ഞൊട്ട് കൊടുത്തതാണ്. അങ്ങനെയാണ് കിരീടം വീണു പോയത് എന്നും ഒരഭിപ്രായമുണ്ട്. ഏതായാലും അങ്ങനെ നിൽക്കട്ടെ. വീണ ആ കിരീടം പിന്നെ വേണ്ടതുപോലെ ആ കൊല്ലം തന്നെ എടുത്ത്
ആദ്യം സുരേഷ് ഗോപിയുടെ മകളോ ഭാര്യയോ സ്ത്രീയാണ് വെക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണത് തകിടം പറഞ്ഞു പോയത്. എന്നാൽ അതിൻ്റെ ട്രിക്ക് അറിയാവുന്ന കൊല്ലൻ അവിടെയും എവിടെയും തട്ടിച്ച് മുട്ടിച്ച് വെച്ചപ്പോൾ അത് കന്യാമറിയാം അടങ്ങി ഇരുന്നു കൊടുത്തു. അങ്ങനെ കിരീടം അവിടെ സ്ഥാപിതമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ കിരീടവും തൃശ്ശൂർ നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ കന്യാമറിയാമിനൊരു പ്രത്യേക ചുമതല കൊടുത്തിരിക്കുകയാണ്. അതായത് തൃശ്ശൂരിൽ ജനപ്രിയ അഭിനേതാവായ ശ്രീ സുരേഷ് ഗോപിയെ ഏത് വിധത്തിലെങ്കിലും ജയിപ്പിക്കണം. അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ മറ്റേ പണിയെടുക്കും. നമുക്കറിയാം എന്താണെന്ന്. അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് ഒരു കാര്യമുണ്ട്, പുല്ലേ എന്നൊരു പരിപാടിയുണ്ട്, നമുക്കറിയാം. അത് അദ്ദേഹത്തിൻ്റെ മാത്രം പേറ്റൻ്റഡായിട്ടുള്ളൊരു പ്രതികരണമാണ്. അതിനോടടുത്ത് വരാൻ ആർക്കും. ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞല്ലേ, നീ പോടാ മോനെ ദിനേശ. അത് മോഹൻലാലിൻ്റെ മാത്രം കുത്തക അവകാശത്തിലുള്ളതാണ്. വേറെ ആർക്കും അത് പ്രയോഗിക്കാനൊക്കത്തില്ല. എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിൻ്റേതായ കുത്തക അവകാശത്തിൽപ്പെട്ട ചില പ്രയോഗങ്ങളുണ്ട്, ഒറ്റമൂലി പ്രയോഗങ്ങൾ. അത് വെള്ളിത്തിരയിൽ മാത്രം മെന്നി ശോഭിക്കുന്ന ഒറ്റമൂലി പ്രയോഗം. അപ്പോൾ അത് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചെറിയ സൂചന മാതാവിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ ഒരു കിരീടം അവതരിക്കപ്പെട്ടു. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ തട്ടുകേട് വരാൻ പോകുന്നത്, ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുള്ളത്, കൃപാസനത്തിരിക്കുന്ന മാതാവിനാണ്. ഇതുവരെയും കേരളത്തിൽ അനേക മാതാക്കൾ വിശുദ്ധ മാതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും ഉച്ചസ്ഥാനിയായി ജ്വലിച്ചുകൊണ്ടിരുന്നത് കൃപാസന മാതാവാണ്. എന്നിട്ട് കൃപാസന മാതാവിന് കിട്ടിയില്ലല്ലോ. സുരേഷ് ഗോപിയുടെ ഈ ക്ണാപ്പ് കൃപാസന മാതാവിന് കിട്ടിയില്ലല്ലോ. ഇപ്പോൾ കൃപാസന മാതാവിന് തൃശ്ശൂരിലെ മാതാവിനേക്കാൾ വീര്യമുണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി, അതായത് നല്ല കച്ചവട ബോധമുള്ള, വോട്ട് പിടിക്കാൻ ആർത്തിയുള്ള ഒരു നല്ല രാഷ്ട്രീയ നേതാവ് വോട്ടിന് വേണ്ടി മാത്രം ഈ പണി ചെയ്യുമ്പോൾ ഏറ്റവും വീര്യമുള്ള മാതാവിനെ നോക്കി വേണമല്ലോ ഇത് കൊടുക്കാൻ. ചിലവുള്ള പണിയാണ് ഇത്, ചുമ്മാതല്ല. 5 എന്ന് പറഞ്ഞാൽ 40 ഗ്രാം സ്വർണം എന്നൊക്കെ പറയുമ്പോൾ വില അങ്ങ് കയറിപ്പോയാണ്. 3 ലക്ഷം രൂപ മുടക്കിയതാണ്. അപ്പോൾ അതിന് തക്കതായൊരു നേട്ടമുണ്ടാകണം. അപ്പോൾ അതിനുള്ള കരുത്ത് കൃപാസന മാതാവിനാണ് കൂടുതലെങ്കിൽ തീർച്ചയായും നമ്മുടെ ജനപ്രിയ നായകൻ അങ്ങോട്ടേ പോകത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പോയില്ല. അപ്പോൾ ആകെപ്പാടെ കൃപാസന മാതാവ് ഇപ്പോൾ തല കുനിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനവിടെ പോയി ഇത് വെരിഫൈ ഒന്നുമല്ല, അവൾ പറയുന്നത് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഏതായാലും കൃപാസന മാതാവിൻ്റെ കഷ്ടകാലം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് 1.5 മാസമായിട്ടുള്ളൂ. ഈ 2024 വർഷം ആലപ്പുഴയിലിരിക്കുന്ന കൃപാസന മാതാവിൻ്റെ തട്ടുകേട് ആരംഭിക്കുന്ന വർഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ഓർക്കുമായിരിക്കും. ഞാൻ പ്രവാചകനൊന്നുമല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ അത് അന്വർത്ഥമായിട്ട് വരികയാണെന്ന് നിങ്ങൾ ഇതുകൊണ്ടൊക്കെ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഒരു കിരീടം. രണ്ടാമത്തെ കിരീടം അത് വിശുദ്ധ കന്യാമറിയാമിനല്ല, സുരേഷ് ഗോപിയുടെ മകൾക്കാണ്. അവളുടെ വിവാഹത്തിന് ഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കോഹിനൂർ പതിച്ച ഒരു കിരീടം സാക്ഷാൽ നരേന്ദ്രമോദി സംബന്ധിച്ചിരിക്കുന്നു. ദൈവം ഇറങ്ങി വന്നാലും അതിന് 4 അടുത്ത് വരാൻ സാധ്യമല്ല. അതിനപ്പുറത്തൊരു തുരുപ്പ് ചീട്ട് കളിക്കാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ രാഷ്ട്രീയ നേതാവോ ജനപ്രിയ നായകനോ അല്ലാതെ ഉള്ള നായകന്മാരോ കേരളത്തിലില്ല എന്നത് ഞാൻ 100 രൂപ മുദ്രപത്രത്തിൽ എഴുതി വെച്ച് തരാം. അല്ലെങ്കിൽ ഒന്ന് കാണിച്ച് ആരെങ്കിലും
ഈ ഒരു കിരീടത്തെ കേരളത്തിലൊന്ന് ഇറക്കി ഇപ്പം നമ്മുടെ ക്രിസ്ത്യാനികളിടയിൽ ബാവ തിരുമേനി ഒരു ഓർത്തഡോക്സ് പെൺകുട്ടിയുടെ വിവാഹത്തിൽ സംബന്ധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തഡോക്സുകാരുടെ അഭിമാനമങ്ങ് സൂര്യനെ പോലെ തിളങ്ങി വിളങ്ങി ശോഭിക്കുന്ന നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇപ്പം നമുക്കറിയാം ഈ ബാബാ തിരുമേനി ഡൽഹിയിൽ പോയി അനേക ദിവസം കാത്തു കെട്ടിക്കിടന്ന് അനേകം ആളുകളുടെ കാല് പിടിച്ചിട്ടാണ് ശ്രീ നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാൻ ഒരവസരം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നരേന്ദ്രമോദി ഇതാ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇവിടെ 2 ദിവസം അതെന്തൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയും, ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കടാക്ഷമാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഏറ്റവും സുപ്രധാനമായി ആവശ്യമാകുന്നത് എന്നതുകൊണ്ട് അത് കൈപ്പറ്റാൻ ഇപ്പോഴത്തെ ബാവ തിരുമേനിക്ക് വേണ്ട കഴിവില്ലാത്തത് കൊണ്ട് അതൊക്കെ അനായാസമായി പിടിച്ചു പറ്റി സഭയുടെ നന്മയ്ക്ക് വേണ്ടി നൽകാൻ കഴിവുള്ള സുരേഷ് ഗോപിയെ ഓർത്തഡോക്സ് സഭയുടെ ബാവയായി മിക്കവാറും ഉടനെ നിയമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം സിറോ മലബാർ സഭയുടെ മുൻ ഭരണാധികാരിയായിരുന്ന ജോർജ് ആലഞ്ചേരി പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്ത്യാനി ഇടുന്ന പേരുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ബിഷപ്പാക്കിയേനെ. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ മാത്രമാണ് ഈ കാലത്ത് വില പോകുന്നത്, അതിന് മാത്രമാണ് ക്രിസ്ത്യാനികൾ വില കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. ക്രിസ്തുവിനെ കാണാൻ പോകാത്തവർ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാല് പിടിക്കാൻ പോകുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ അതേ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ബിഷപ്പന്മാരുടെ കാല് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏറെ നാൾ കഴിയാതെ നമ്മുടെ ബിഷപ്പൻ അവരുടെ കാല് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാലുപിടിയുടെ ക്ഷീണം മാറ്റാനായിട്ട് ആണ്ടിലൊരിക്കൽ നമ്മുടെ ബിഷപ്പന്മാർ ചിലരുടെ ആളുടെ കാല് കഴുകുന്നുണ്ട്. ഇങ്ങനെ ആകെപ്പാടെ ഒരു കൊളാമറിച്ചിലാണ്. ഏതായാലും ഇതുകൊണ്ട് വിശുദ്ധ മാതാവിന് വലിയൊരു ഗമ പറ്റി. പക്ഷേ ഈ സംഭവം കണ്ടുകൊണ്ടിരുന്നൊരു പാവപ്പെട്ട സ്ത്രീ പറഞ്ഞത്, മാതാവിൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഇറ്റു വീഴുന്നത് താൻ കണ്ടു എന്നുള്ളതാണ്. ഈ സ്വർണ്ണക്കിരീടം മാതാവിൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ സമ്മതം ചോദിച്ചിട്ടല്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നൊരു നോട്ടീസ് കൊടുത്തിട്ടല്ല, ചാടിക്കയറി ആ പാവപ്പെട്ട മാതാവിൻ്റെ തലയിൽ ഇത് വെച്ചപ്പോൾ നിസ്സഹായ മാതാവിൻ്റെ 2 കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ ഇറ്റു വീണു എന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ സാക്ഷ്യമാണ്. ഇത് മാത്രവുമല്ല, ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവർ കണ്ണടച്ചപ്പോൾ നേരിയ ശബ്ദത്തിൽ ഒരു പാട്ട് മന്ദമാരുതനിൽ കൂടെ ഇഴഞ്ഞ് ഇഴഞ്ഞ് ഒഴുകി 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 ആ പാവപ്പെട്ട സ്ത്രീയുടെ ആത്മാവിലേക്ക് ഊറിക്കൂടി എന്നവർ പറയുന്നുണ്ട്. ആ പാട്ട് ഏതാണ്ട് ഇങ്ങനെയാണ്: പൊൻകിരീടമിതെന്തിനു നൽകി സ്ഥാനാർത്ഥിയായ സുഗോപി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അപ്പോൾ കണ്ണുനീര് 2 തുള്ളി കണ്ണുനീര്. പൊൻകിരീടമിതെന്തിനു നൽകി സ്ഥാനാർത്ഥിയായ സുഗോപി എനിക്ക് പൊൻകിരീടമി
സിന്ധിനു നൽകി സ്ഥാനാർത്ഥിയായ സുഗോപി. ഏതായാലും ഈ നിമിഷം മുതൽ കേരള ക്രിസ്തീയ ചരിത്രത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറന്നു എന്ന് വേണം ന്യായമായും നാം ഏവരും ഗ്രഹിക്കുവാൻ. ഇതിനൊക്കെ ദൃക്സാക്ഷിയാകേണ്ടി വന്നല്ലോ എന്നോർത്ത് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചിന്ത നിങ്ങളുമായി പങ്കിടുന്നത്. ദയവായി ക്ഷമിക്കുക.